തികച്ചും ക്രിമിനലായ, തികച്ചും ഒരാൾക്കും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമല്ല CPIM. അവർക്ക് ആർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല. ആ ഉറച്ച നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇനി അതിനെ എടുക്കുക. അതിനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. അതിലെ ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിൻ്റെ ഒരു കരുത്ത്. ആരും ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാണോ? മാധ്യമങ്ങളെ പറ്റി തന്നെ പറയാം. ജയരാജൻ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് അടിച്ചതാ. എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം കിട്ടിയേ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അതേ ഉള്ളൂ കാര്യം കേട്ടാ. അല്ലല്ല, ജയരാജന്റെ കാര്യം ജയരാജൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത്. അതുകൊണ്ട് ജയരാജൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ച ഒരാളെയല്ല. ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടി ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഖാവ് ജയരാജൻ. നമ്മൾ നടത്തും. പിന്നെന്താ സംശയം? അയ്യോ ഉത്തരായി. അതൊന്നും രഹസ്യമില്ലല്ലോ, എല്ലാം പരസ്യമായിട്ടാണ്. മേലെ താഴെ മുതൽ മേലെ ഒന്നുമല്ല, മേലെ മുതൽ താഴെ വരെയാണ്. ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമല്ല, മേലെ മുതൽ താഴെ വരെയുള്ള കറക്ഷൻ പോകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഉൾപ്പെടെയുണ്ട്. നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അത് ഞങ്ങൾ പരിശോധിച്ചു. കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത് അത്. അല്ലാണ്ട് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമല്ല. ഞങ്ങളുടെ ആർക്കും ആരാണോ അവരെ. ഇനി ഓരോരുത്തരെയും 6 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. എന്നിട്ട് ഇനി ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട എത്ര ദിവസം പറയാൻ? 6.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും. ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അത് പരിഹരിക്കണം. എല്ലാവരും പരിഹരിക്കണം. ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം. അതാണ് കാര്യം. ആയിക്കോട്ടെ, ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാണ്. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം, മാറ്റി. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ? അതില്ല. അത് ഞാനിപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയുക. അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട. അതല്ല, പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാൾ എന്നൊന്നും പാടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ട്, അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. അതൊക്കെ പദപ്രയോഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെന്ത് തിരുത്തൽ? രക്ഷാപ്രവർത്തനം പിണറായി തന്നെ പറഞ്ഞല്ലോ, വണ്ടീൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുമ്പോൾ വണ്ടീൻ്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം. ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്. അസംബ്ലി പറഞ്ഞത് തന്നെ, ഇപ്പൊ അവസാനം പറഞ്ഞത് തന്നെയാണ്. തന്നെയാണ്. ആരും വിട്ടുകളാണ് മൈക്ക് ഇവിടെ നേരെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മറ്റേ വിളിച്ച് അത് നിങ്ങൾക്ക് അസോസിയേഷൻ ഇല്ല. നേരെ മുഖത്ത് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞ് കൂടോത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനോടൊന്നും പ്രശ്നമില്ല. പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടത്. നിങ്ങളെല്ലാം കൂടിയാണ് കാണിച്ചത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണ് അതെല്ലാം കാണിച്ചിരുന്നത്. അല്ലാണ്ട് ഓരോടെ കാണിച്ചതാ.